ഈസ് ഓൾവേസ് ബീങ് വിത്ത് അസ്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്, എല്ലാ നിമിഷവും ഗുരുവായൂരപ്പനുണ്ട്. അപ്പോൾ നമ്മൾ മരിക്കുന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. പകരം ഭഗവാനോട് പറയാം, ഇങ്ങനെ തന്നെ സംസാരിക്കുക. എനിക്ക് മഹാപ്രഭുവാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് അറിയില്ല, നിങ്ങളുടെ ഭാഷയിൽ ഉണ്ണി കൃഷ്ണ എനിക്കിതാ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭക്ത പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ, ഉണ്ണി കൃഷ്ണ അങ്ങ് അനുഗ്രഹിച്ചിട്ടല്ലേ എനിക്കൊരു വിവാഹം നടന്നത്. ഈ വിവാഹത്തിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് അതിയായിട്ട് ഇഷ്ടമായി, സന്തോഷമായി ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് തന്നതിൽ. പക്ഷേ ഇദ്ദേഹത്തിന് ചില ദുശീലങ്ങളൊക്കെ ഉണ്ട്, ഇതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. ഇദ്ദേഹത്തിനോടുള്ള എൻ്റെ അമിതമായ സ്നേഹം കൊണ്ടാണ് എനിക്ക് ഇദ്ദേഹം ഇങ്ങനെ നശിച്ച് കാണുന്നത് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. എന്നാ എനിക്കിതിനൊരു പരിഹാരം കണ്ടു തരിക എന്ന് ചോദിച്ചുകൊണ്ടൊന്ന് നമസ്കരിച്ച് നോക്കൂ. ഉണ്ണികൃഷ്ണൻ ഇങ്ങനത്തെ പ്രാർത്ഥനകളൊന്നും കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. വേറെ ഒരു ഈശ്വരനും ഇല്ലാത്ത ഒരു വൈഭവമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്. നിയമങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈഭവം. എന്താ, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് കുളിക്കണം, ഇത്ര നാമം ജപിക്കണം, ഇത്ര ഇന്ന രീതിയിൽ ജീവിക്കണം, ഒന്നുമില്ല, ഒന്നും തന്നെയില്ല. എന്താ വേണ്ടത്? സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യൂ, ഗുരുവായൂരപ്പനോട് എക്സ്പ്രസ് ചെയ്യൂ. ഗുരുവായൂരപ്പനോട് എല്ലാം പറയാം, നമുക്ക് എങ്ങനെയും പറയാം. യോഗേശ്വരനാണ് എന്ന ആ ഒരു ഭാവം ഭഗവാനുണ്ട് എന്നത് മറക്കാതെ ഭഗവാനോട് പറഞ്ഞോളൂ, എന്തും പറഞ്ഞോളൂ. ഗുരുവായൂരപ്പനോട് സംസാരപ്രിയനാണ് ഗുരുവായൂരപ്പൻ. എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ ഉണ്ണികൃഷ്ണനോട് സംസാരിക്കാനായിട്ട്. ഈവൻ ഊമയായിട്ട്, നാവ് കൂടാതെ ജാതന്മാരായിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ ആശ്രയിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ധൈര്യമായിട്ട് വിളിച്ചോളൂ ഉണ്ണികൃഷ്ണനോട്. നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. എന്ത് പറയുകയാണെങ്കിലും അതവിടെ ചിരിച്ചുകൊണ്ട് കേൾക്കുന്നവനാണ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഭഗവാൻ നമുക്ക് തരുകയും ചെയ്യും. ഇതേമാതിരി ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞില്ലേ, ഇതേമാതിരി നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇതല്ലേ നീ ആഗ്രഹിച്ചത്, ഇത്ര മതിയോ എന്ന് ചോദിക്കും. ഇതിൽ കൂടുതൽ നമുക്ക് പറയാൻ വാക്ക് കിട്ടില്ല. അങ്ങനെ ഭഗവാൻ നമ്മളെ സ്നേഹിക്കും, ചേർത്ത് നിർത്തും. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കോളൂ കേട്ടോ.